വണ്ടി അവിടെ ഇവിടെ കിടക്കണവരെ കാണാനില്ല. ഇതെന്തായാലും കൊന്നവരെ കണ്ടുപിടിച്ചിട്ട് ഞാൻ മോടി വാങ്ങിയുള്ളൂ. എനിക്ക് ഒരു മോനുണ്ടായിരുന്നു, നേരത്തെ മരിച്ച്. അമ്മ ഇനി കാണിക്കാൻ പറ്റില്ല, ബോഡി കാണാൻ പറ്റില്ല. നമ്മൾ കണ്ടതാണ്, നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത്രയും ബ്രൂട്ടൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്നും അവന്റെ തലമുടിയും സഹിതം, തലമുടിയും അവന്റെ താടിയും പിന്നെ ശരീരത്തിലുള്ള മുടിയെല്ലാം. എടാ അളിയാ, മോന്റെ നൂലുകെട്ട നീ വരണം. ആത്മാർത്ഥ സുഹൃത്തായ ജിത്തുവിന്റെ വിളി കേട്ടാൽ പിന്നെ അതിലിന് പോകാതിരിക്കാൻ പറ്റില്ല, പോയേ പറ്റൂ. അമ്മയോട് യാത്ര പറഞ്ഞു അതിലിറങ്ങി നാഗർകോവിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേക്ക്. പിന്നെ കേട്ടത് നൊന്തുപറ്റ ഒരമ്മയും സഹിക്കാൻ കഴിയാത്ത ഒരു വാർത്തയാണ്. തൻ്റെ പൊന്നുമോനെ ജിത്തുവും സംഘവും ചേർന്ന് കൊന്നുകളഞ്ഞു. അതും അതിക്രൂരമായി, മൃഗീയമായി, രൂപം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ നശിപ്പിച്ചു കളഞ്ഞു അതിൻ്റെ ശരീരം. 2 ആൺമക്കൾ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും മകൻ്റെ ഈ മരണവാർത്ത? ആ നിമിഷം മുതൽ ആ അമ്മ ഒരു തീരുമാനമെടുത്തു. ഗാന്ധാരി ശബ്ദം പോലെ ഒരു പ്രതിജ്ഞ. നമ്മളെല്ലാം പിടിച്ചിട്ട് വരണ്ടേ? അപ്പോൾ അമ്മ എന്തെങ്കിലും പറഞ്ഞാലേ കാര്യമുള്ളൂ. എന്തെങ്കിലും അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എന്താ അവനെ കൊന്നവരെ എനിക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ബോഡി വാങ്ങിക്കുള്ളൂ. ബോഡി വാങ്ങിക്കത്തുള്ളൂ? അതേ ഉള്ളൂ. 28-ാം തീയതി ഇവിടെ നിന്ന് പോയി ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഏതോ ജിത്തുവിൻ്റെ അവിടെ നൂലുകെട്ടിന് പോകണമെന്ന് പറഞ്ഞോണ്ട് പോയി. ഇന്ന് രാത്രിയിൽ വിളിച്ചപ്പോ എല്ലാം ഫോൺ സ്വിച്ച് ഓഫ്. 9 വരെ പോയിട്ട് ചിലപ്പോ 1-2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. പിറ്റന്ന് ഫോൺ എടുക്കുകയും ചെയ്യും. രാത്രി ഞാൻ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കണില്ല. കൂട്ടുകാരനായ ദീപുവിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞാൻ, ദീപു ഫോൺ എടുക്കണില്ല ദീപു എന്ന് പറഞ്ഞു. മാമി നമുക്ക് നാളെ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് പോയി ഈ വീടെല്ലാം നന്നാക്കാൻ വേണ്ടി ഓടി നടന്ന് ജോലി ചെയ്യായിരുന്നു. ഈ ജിത്തു എന്ന് പറയുന്ന വിളിക്കണമ്മ ഞാൻ പോന്നെന്നും പറഞ്ഞോണ്ട് പോയത്. ജിത്തു ഒന്നും എനിക്ക് അറിയില്ല. ഇവന്റെ കൂട്ടുകാരാ, അവന്റെ കൊച്ചിന്റെ നൂലുകെട്ടിന് പോണെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്കൊന്നും അറിയില്ല. പിന്നീട് വൈകുന്നേരം വിളിച്ചിട്ട് എല്ലാം ഫോൺ സ്വിച്ച് ഓഫ്. അവൻ്റെ കൂട്ടുകാരൻ ദീപുവിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചത്, മാമി നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. 3ൻ്റെ അന്നാണ് പറയുന്നത് ചിതറടാ വണ്ടി അവിടെ ഇവിടെ കിടക്കണവരെ കാണാനില്ല. ഇതെന്തായാലും കൊന്നവരെ കണ്ടുപിടിച്ചിട്ട് ഞാൻ മോടി വാങ്ങിയുള്ളൂ. എനിക്ക് ഒരു മോനുണ്ടായിരുന്നു, നേരത്തെ മരിച്ച്. എനിക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ മാനസികമായിട്ട് തകർന്ന് തരിപ്പണായി. എത്ര ദിവസമായി എന്നെ മോനെ കൊന്നവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം കൂടെ ഉണ്ട്. ഇവനിങ്ങനെയുള്ള ശത്രുതയൊക്കെ ഉള്ള കാര്യമൊക്കെ അറിയാം. അങ്ങനെയുള്ള ഭീഷണിയൊക്കെ ഉണ്ടായിരുന്ന നേരത്തെ മുമ്പ് ആരുടെങ്കിലും അടിക്ക് പോകുമെന്നുള്ള അല്ലാതെ വേറെ ആരെയും ഒരു കൊലപാതകം ചെയ്യേ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഒന്നിനും പോകില്ല. എനിക്ക് വീട് പാലുകാച്ചി കയറണം, എനിക്ക് വീട് പാലുകാച്ചി കയറണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീടും കാര്യമായിട്ടൊക്കെ മുന്നോട്ട് പോവല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നു അല്ലേ? 2 മക്കളും പോയിരിക്കും. 2 നഷ്ടപ്പെട്ട് ഞാൻ അമ്മ സഹിക്കൂ. ഇന്ന് എത്ര ദിവസമായിട്ട് അവന്റെ കൊലയാളികളെ കണ്ടുപിടിച്ചില്ല. നമ്മള് മാക്സിമം വാർത്ത കൊടുത്തേ ജനശ്രദ്ധ നേടിയാലേ പറ്റത്തുള്ളൂ. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പോലീസും അല്ലല്ലോ, നല്ല ശ്രദ്ധ പോലീസല്ലേ, നമ്മളതുകൊണ്ട് വന്നത്. എനിക്ക് താങ്ങാൻ വയ്യ. 2 പേരാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. 2 പേര് എനിക്ക് താങ്ങാൻ വയ്യ.
എല്ലാവരുടെ അഭിപ്രായം ഇങ്ങനെ തന്നെ അല്ലേ? പിടിക്കുന്നവരെ പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബോഡി കൊണ്ടുവരുള്ളൂ. അത് ഉറപ്പായിട്ട് നിൽക്കുന്ന എല്ലാ നാട്ടുകാരും ഉൾപ്പെടെ ബന്ധുക്കളും എല്ലാവരും ഉറപ്പായിട്ട് നിൽക്കുകയാണ്. കാരണം ഇത് രണ്ടാമത്തെ മോനാണ്, ഇനി ഒരു ആശ്രയം എന്ന് പറയണേ ഇല്ല. അപ്പം അവന്റെ ബോഡി എന്തായാലും നമ്മൾ വാങ്ങണമെങ്കിൽ നമുക്ക് ഈ പ്രതിയെ കിട്ടിയിരിക്കണം. അമ്മയുടെ കാര്യം വലിയ കഷ്ടം. എന്റെ മക്കളും പോയല്ലേ? അതെ, മൂത്തവന് മിലിറ്ററിയിലായിരുന്നു. അവന് ആക്സിഡന്റ് ആയിട്ട് മരിച്ചതായിരുന്നു. പക്ഷെ ഇത് ഇവനെ വിളിച്ചു വരുത്തി കൊന്നതാ. ഒന്നാമത്തെ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. മൂത്താള് മരിച്ചിട്ട് മൂത്താള് മരിച്ചിട്ട് 5 വർഷമായി. അപ്പം ഇവനായിരുന്നു ഇപ്പം മാമയുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത്, മാമിയുടെ ആശ്രയം എന്ന് പറയുന്നത് അവനായിരുന്നു. ഇവരെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ജിത്തുവിനെ ഇവിടെ വന്നിട്ട് ഇവരൊക്കെ ചെയ്തിട്ടുള്ള ആളാണോ? മുമ്പൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഇവന്റെ കൂട്ടുകാരന്മാരെടുത്ത് ഇവന്റെ അടുത്ത് വന്നിരിക്കുവായിരുന്നു എന്ന് പറയുന്നു. എന്ത് ഇയാൾക്ക് ഇത്ര വൈരാഗ്യം അറിയില്ല, എനിക്ക് അറിയില്ല. ഇത്ര മൃഗീയമായിട്ട് കൊല്ലപ്പെടുത്തണമെങ്കിൽ അറിയില്ല. ഇവര് സുഹൃത്തുക്കൾ വരുന്ന കൂട്ടത്തിലാണ് ഇവിടെ? ഇല്ല, ആരും അങ്ങനെ വീട്ടിൽ വിളിച്ചോണ്ട് വരില്ല. ഇത്രയും അടുത്ത് ഇപ്പൊ ദീപു അതിന് ശേഷം ഈ വീട്ടിൽ തന്നെയാണല്ലേ ഫുൾ ടൈം? എന്താ സംഭവിച്ചത്? എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ? എന്താ ഇങ്ങനെ ട്രാപ്പിൽ വരാനുള്ള കാരണം? അന്ന് രാത്രിയിൽ ഒരു 8 മണിയോട് കൂടി, അന്ന് 28-ാം തീയതി നൈറ്റ് 8 മണിയോട് ഞാൻ അവനെ വിളിക്കുകയാണ്. വിളിച്ചപ്പോഴത്തേക്ക് പറയുന്നത് കൊല്ലംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ജിത്തുവിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷനായിട്ട് നിൽക്കുകയാണ്. ഈ ജിത്തു എന്ന് പറഞ്ഞാൽ ആരെങ്ങനെ അതിലോട്ട് പരിചയമാവുന്നത്? അവനാണ് ഒന്നാം പ്രതി. മലയാളിയാണോ? മലയാളിയല്ല, അവൻ്റെ വീട് കുഴിത്തറ ഭാഗത്താണ്. തമിഴനല്ലേ? തമിഴനാണ്. അതെ. എനിക്ക് കണ്ടില്ല, ഞാൻ 1-2 വട്ടം അവനെ കണ്ടിട്ടേ ഉള്ളൂ. അല്ലാതെ വേറെ എനിക്കൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അവൻ്റെ വേറെ ഒന്നും അറിയത്തില്ല. ജിത്തു വിളിക്കുന്നു പറഞ്ഞ് പോവുക. ജിത്തുവിൻ്റെ അവിടെ ഫംഗ്ഷൻ ഇരിക്കുന്നത്. ഞാൻ അന്ന് വൈകുന്നേരം നൈറ്റ് 8 മണിക്ക് ശേഷമാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാമെന്ന് പറയും. ഞാൻ പറയുന്നത് അവിടെ നിൽക്കണ്ട, അപ്പം ആ ചെക്കന്മാർ കുറച്ച് ഇതാണെന്ന് നമുക്കറിയാം. കുറച്ച് എന്താ പറയുക, നമുക്ക് അവർ കുറച്ച് കേട്ടുകേൾവികളുണ്ട്. ഈ പയ്യന്മാർ അത്ര ശരിയല്ല എന്നുള്ളൊരു കേട്ടുകേൾവിയുണ്ട്. അപ്പോൾ ഞാൻ പറയും നീ അവിടെ നിൽക്കണ്ട, നീ പോ. അപ്പോൾ പറയും ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേ കട്ട് ചെയ്തതാണ്. പിന്നെ 10 മണിയോട് കൂടി 10 മണിയോട് നമ്മുടെ അതിൻ്റെ സജിൻ എന്നുള്ള ശംഭു അവനെ വിളിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞു എവിടെ എനിക്കൊന്നും പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ക്യാഷ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ക്യാഷ് ചോദിച്ചാണ് വിളിച്ചത്. അതായത് അവന് പൈസയ്ക്ക് ഒന്ന് അത്യാവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു. പൈസ 10,000-2,000 രൂപ തന്നിട്ടുള്ളൂ. എന്തെങ്കിലും ഉണ്ടാകുന്ന ചോദിച്ച് വിളിച്ച് ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ രണ്ടാമത് എനിക്കൊരു ആവശ്യമായിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിരിച്ച് വിളിച്ചപ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോൾ ഞാൻ കൂടെ പോയി കണ്ടത് ആരെയാണ്? ജിത്തുവിനെ മാത്രം. ജിത്തുവിനെ വിളിച്ചപ്പോൾ ജിത്തുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. ഇൻ്റർനെറ്റിൽ വിളിച്ചു, വാട്സാപ്പിൽ വിളിച്ചു, രണ്ടുപേരും മാറി വിളിച്ചു, ഓഫായി. നിങ്ങൾ ജിത്തുവിൻ്റെ വീട്ടിൽ പോയിരുന്നു ഈ സംഭവം ബന്ധപ്പെട്ട? ഇല്ല, സംഭവം നമ്മളാരും പോയിട്ടില്ല. പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകാത്തത്. അവനാണ് ഒന്നാം പ്രതി. കാരണം നമുക്കറിയാന്നുള്ള ഒരേ ഒരാൾ അവനാണ്. അവനെ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം നിരന്തരമായിട്ട് അവൻ ഈ 28-ാം തീയതി ഈ 100 കെട്ടാണെന്നുള്ള കാര്യം എപ്പോഴും എല്ലാ ദിവസവും പറയും. ഒരു ഓർമ്മയിൽ അവന്മാർ വിളിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ടായിട്ട് എന്നെ ഈ 100 കെട്ടിന് വിളിച്ചിട്ടില്ല. ഞാൻ പോയതാണ് 100 കെട്ടിന്. എന്നെ വിളിച്ച് അറിയിച്ചിട്ടില്ല ഈ കാര്യം. ഞാൻ ഈ 100 കെട്ടിന് പോയിട്ടുണ്ടായിരുന്നു. ഇവൻ വഴിയാണ് അവർ കമ്പനി ആകുന്നത്. നമുക്ക് ഇതിനു മുമ്പേ മരിച്ചുപോയ ഒരു സഹോദരൻ പയ്യുണ്ട്. അവൻ്റെ ക്ലാസ്മേറ്റാണ് ഈ പയ്യൻ. ആ പയ്യൻ മരിച്ചുപോയി. ഇതിനു മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ ആ പയ്യൻ എൻ്റെ ഒരു അനിയൻ ചെറുക്കനെ പോലെ കണ്ട് നമുക്ക് ഇവിടെ വരുമായിരുന്നു ആ പയ്യൻ. അങ്ങനെ കണ്ട് പരിചയവും പിന്നെ അതിലുമായിട്ട് നല്ല കമ്പനിയായിരുന്ന പയ്യനാണ്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് അവനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റിയിട്ടുമില്ല. ഇന്ന് വരെ വിശ്വസിക്കാതിരുന്നിട്ടുമില്ല. അങ്ങനെ ആയിരിക്കണം ഇവനും നൂലുകെട്ട് എന്തായാലും മാക്സിമം ഇവനെ സെറ്റ് ചെയ്തൊരു ട്രാപ്പ് ആയിരിക്കാമെന്നുള്ള കാര്യം കൺഫേം ആണ്. 100%. ആരും അറിയത്തില്ല. മോട്ടീവ് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം നമുക്കിങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങൾ ഗസ് ചെയ്ത് കയറ്റാം. പക്ഷെ എന്താണ് ഇതിന്റെ റിയാലിറ്റി എന്ന് അറിയില്ലല്ലോ. ജിത്തുവിനെ പിടിച്ചാൽ മാത്രമേ നമുക്ക് എന്താണെന്ന് അറിയാം. ജിത്തുവിനെ പിടിക്കണം, അത് പറ്റുള്ളൂ. ഒറ്റയ്ക്കായി. ഒരു അനിയത്തിയുണ്ട്. അനിയത്തി ഇപ്പോൾ 3 മാസം പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അവളുടെ കൊഞ്ചിൻ്റെ വീട്ടിലാണ് നിർത്തിയിട്ടുള്ളത്. അല്ല, ഈ വീട് പണിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അവൻ തന്നെയാണ്, അവൻ്റെ ഐഡിയ തന്നെയാണ് ഈ വീട് പണി എല്ലാം ഫുള്ള് അവൻ നിന്ന് ചെയ്യിപ്പിച്ചതാണ്. അവൻ നിന്ന് ഒരിടത്തും പോകാണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുള്ള് പണിക്കാരെ കൂടെ നിന്ന് അവൻ നിന്ന് ചെയ്യിപ്പിച്ചതാണ്. അത് വലിയൊരു സ്വപ്നമായിരുന്നു. അവൻ്റെ വീട് ഒരു ദിവസം ഇങ്ങനെ കയറി കിടക്കണം എന്നുള്ളൊരു സ്വപ്നം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ നാട്ടുകാരുടെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒരു ആവശ്യം ഈ പ്രതികളെ പിടികൂടുന്നത് വരെ ബോഡി കൊണ്ടുവരാൻ സമയം. അത് നമ്മുടെ മാത്രമല്ല, നമ്മുടെ ആവശ്യമാണ്. അവൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും എല്ലാവരുടെയും നമ്മുടെ ബന്ധുക്കളും എല്ലാവരും ആവശ്യം തന്നെയാണ്. ഇതിൽ ഒന്നാം പ്രതി എന്തിനാണ് അവർ ചെയ്തത്, എന്തിനാണ് ഇവൻ ഇത്ര ക്രൂരമായിട്ട് ചെയ്തത്, ക്രൂരമായിട്ട് ഇവനെ കൊന്നത് എന്തിനാണെന്ന് നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും പറയുകയാണ്. നമുക്കത് അറിഞ്ഞിട്ട് മതി. അവൻ്റെ ആ ബോഡി നമ്മൾ ഏറ്റുവാങ്ങണമെങ്കിൽ ഒന്നാം പ്രതി പിടിച്ചിട്ട് എന്താണ് അവൻ്റെ ഉദ്ദേശം, അവനെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെയ്തു, ഇത് മാത്രം നമുക്ക് അറിയാൻ മതി. അതൊരു ബോഡി അവിടെ തന്നെ ഇരിക്കട്ടെന്നാണ് നമ്മുടെ തീരുമാനം. ഈ അമ്മയൊന്ന് കാണിക്കാൻ
കാണിക്കണം അങ്ങനെയുള്ള സംഭവം ഒന്നും അമ്മയെ അമ്മ ഇനി കാണിക്കാൻ പറ്റില്ല. ആരെയും ആരെയും കാണിക്കാൻ ആ കാണിക്കാൻ ബോഡി കാണാൻ പറ്റില്ല. പറ്റില്ല. നമ്മൾ കണ്ടതാണ്, നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത്രയും ബ്രൂട്ടലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്നും അത് രോമം പോലും ഇല്ല മുഖത്ത്. അവൻ്റെ തലമുടിയും സഹിതം തലമുടിയും അവൻ്റെ താടിയും പിന്നെ ശരീരത്തിലുള്ള മുടിയെല്ലാം കളഞ്ഞിട്ടാണ് ഉള്ളത്. അവൻ്റെ ഒരു ബോഡിയിൽ ഒരു ഡ്രസ്സ് പോലും അവൻ്റെ ബോഡിയിൽ ഇട്ടിട്ടില്ലായിരുന്നു. ആ രീതിക്കാണ് ആ ബോഡി അത്ര മൃഗീയമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് കണ്ടാൽ പോലും നമുക്കറിയത്തില്ല. അതായത് അവന്റെ കയ്യിലുള്ള ടാറ്റു വെച്ചാണ് നമ്മുടെ സുഹൃത്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അവൻ്റെ കയ്യിൽ 2 കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. ആ പച്ച കുത്ത് അതാണ് നമുക്കൊരു ഐഡന്റിഫിറ്റി. അത്ര മുഖം കണ്ടിട്ടല്ല നമ്മൾ ഇത്രയും കാലം നമ്മൾ കൂടെ നടന്നൊരു കൂട്ടുകാരനെ മുഖം കണ്ടിട്ടല്ല നമുക്ക് മനസ്സിലായത്. കയ്യിലെ ടാറ്റു കണ്ടിട്ടാണ് മനസ്സിലാക്കിയത് അത് നമ്മുടെ സുഹൃത്തായിരുന്നു മനസ്സിലാവില്ല. അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നീതി നമുക്ക് വേണം. അതിന് നമുക്ക് തമിഴ്നാട് അറിയാം. പോലീസിൽ ഇതുവരെയും വേറെ ഒരു ഇന്നലെ 2 പ്രതികളെ റിമാൻഡ് ചെയ്തെന്ന് പറയും. പക്ഷേ അതും ഉള്ള പ്രതികളാണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. നമുക്ക് ആരെയും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലിപ്പം ഒരു അടുത്ത ബന്ധു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങളുടെ പുള്ളിക്കാരൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡാണ് അല്ലേ? വീട് തകർന്ന ആകപ്പാട്. നിങ്ങളുടെ കാര്യത്തിൽ വലിയ താല്പര്യമുള്ള എല്ലാ നല്ല സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു. തീർച്ചയായിട്ടും അതിൽ ഞാനും ഇവനും ഇവരെല്ലാവരും അവന് നമ്മളൊരു ഒരമ്മ മക്കളെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും അങ്ങനെ നിൽക്കുന്നത്. എല്ലാ കാര്യത്തിലും അവനായിട്ട് ഒരുപാട് ക്രിമിനൽ കേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അവൻ്റെ പേരിൽ, അതായത് അവൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അവൻ ഒരു കേസ് ഉണ്ടാക്കിയിട്ടില്ല. അവൻ എല്ലാ കേസുകളും ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. പാർട്ടി കേസും സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ആര് വിളിച്ചിരുന്നാലും അവൻ്റെ നല്ലൊരു മനുഷ്യനായിരുന്നു. അവന് ആര് വിളിച്ചിരുന്നാലും അവൻ്റെ എപ്പോഴും പറയുന്ന പേര് അതുലിനെ വിളി എന്നേ പറയത്തുള്ളൂ. എന്തൊരു വിഷയം ഉണ്ടെങ്കിലും സുഹൃത്തുക്കൾ വേണ്ടി മരിക്കും, സുഹൃത്തുക്കൾക്ക് വേണ്ടി മരിക്കും. ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു അവന് അങ്ങനെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് അവനിവിടെ നാട് കടത്തി. ഇവിടെ കാപ്പ ചുമത്തി ഒരു പ്രശ്നമായിട്ട് ഇവിടെ നാട് കടത്തി. അവൻ ഒരു വർഷം കൊണ്ട് ഇവിടെ ഇല്ലായിരുന്നു. നാട്ടിലേ വരക്കമില്ല. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കയറാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അവൻ ഈ ഒരു വർഷം കൊണ്ട് ഇവിടെ വരക്കമില്ല, വരെ അക്രമമോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇവിടെ വന്നിട്ട് ഒരു 10-20 ദിവസം ആയിട്ടുള്ളൂ. അവൻ 10-15 ദിവസം ആയിട്ടുള്ളൂ ഇവിടെ വീട്ടിൽ വന്നിട്ട്. അതിനുശേഷമാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത്. അത് ഒരു അടിയോ വഴക്കോ കേസോ അങ്ങനെ ഒന്നും നിലവിൽ ഇതുവരെയും നടന്നിട്ടില്ല. അവൻ സുഹൃത്തുക്കൾ ആര് വിളിച്ചാൽ ഏത് പാതിരാത്രിക്ക് വിളിച്ചിരുന്നാലും അവൻ ഒന്നും നോക്കാറുണ്ട്, അവൻ ഇറങ്ങിപ്പോവും. ആ ഒരു ക്യാരക്ടറായിരുന്നു അവന്.